കേരളത്തിൽ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വള്ളി ഓറഞ്ച്, വള്ളി നാരങ്ങ, മുസോളിക്കായ്, സർവത്തുംകായ് എന്നീ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. തെക്കേ അമേരിക്കയിൽ ഉദ്ഭവിച്ച ഈ പാഷൻ ഫ്രൂട്ട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് തികച്ചും അനുയോജ്യമായ കൃഷിയാണ്. സീസണായി കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ നിറയെ കായ്കൾ വരും. ഓരോ കായും ശീതളക്കനിയാണ്. കായ് പഞ്ചസാര ചേർത്ത് കഴിക്കാറുണ്ട്. അതുമല്ലെങ്കിൽ സ്വാദിഷ്ടമായ പാനീയം തയ്യാറാക്കി കഴിച്ച് ക്ഷീണം അകറ്റാവുന്നതാണ്. മാത്രമല്ല, നാവിനെ ത്രസിപ്പിക്കുന്ന മധുരവും ശരീരത്തിനാകെ കുളിർമ പകരുന്ന തണുപ്പും നൽകുന്ന ഈ ഫലം ഉഷ്ണമിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് കൂടുതലായും വരാറുള്ളത്. ഫെബ്രുവരി മാസത്തിലാണ് സാധാരണയായി ഇവ പുഷ്പിക്കാറ്. ജൂൺ മുതൽ വിളവെടുപ്പ് ആരംഭിക്കുന്നു. നല്ല പരിപാലനം കൊടുക്കുകയാണെങ്കിൽ തുടർച്ചയായി 6-7 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. പന്തലിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കയറിയാൽ 15 ദിവസം കൂടുമ്പോൾ ജൈവവളം വെള്ളത്തിൽ ലയിപ്പിച്ചതോ ജീവാമൃതമോ ചേർക്കാം. തളർച്ച അകറ്റി ഉന്മേഷം നൽകാൻ അപാര ശേഷിയുള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പാസിഫ്ലോറിനാണ് ശരീരവേദന ശമിപ്പിച്ച് ഉന്മേഷം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഘടകം. പുരാതന കാലം മുതൽ തന്നെ ഉറക്കമില്ലായ്മയ്ക്കും മനസ്സംഘർഷത്തിനും ഔഷധമായി ഈ പഴം ഉപയോഗിക്കാറുണ്ട്. ദഹനപ്രക്രിയ സുഗമമാക്കാനും ശരീരഭാരം കുറയ്ക്കാനും പാഷൻ ഫ്രൂട്ട് നല്ലതാണ്. മാത്രമല്ല, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവ നിയന്ത്രിക്കാനും ഇവ ഉപയോഗിക്കുന്നു. മൈഗ്രെയിൻ, ആസ്തമ എന്നിവയുടെ ചികിത്സയ്ക്കും പാഷൻ ഫ്രൂട്ട് ഫലപ്രദമാണ്. 100 ഗ്രാം പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യം എന്തൊക്കെയാണ്? വിറ്റാമിൻ സി, വിറ്റാമിൻ എ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, പൊട്ടാസ്യം, സോഡിയം, ഇരുമ്പ്, ഫോസ്ഫറസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്. ഇവയെ കൂടാതെ നിരോക്സീകാരികളുടെ നല്ലൊരു ശേഖരം തന്നെ ഈ പാഷൻ ഫ്രൂട്ടിലുണ്ട്. പാഷൻ ഫ്രൂട്ട് പല രൂപത്തിലും നമ്മുടെ ആഹാരത്തിൽ ചേർക്കാവുന്നതാണ്. ഫലം മുറിച്ചും കാമ്പെടുത്ത് തനിയെയോ മധുരം ചേർത്തോ കഴിക്കാവുന്നതാണ്. സിറപ്പായും വൈനായും ജ്യൂസായും ജെല്ലിയായും സ്ക്വാഷായും ഇവ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല, പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ട് കൊണ്ട് അച്ചാറുണ്ടാക്കാനും സമൂലം ചമ്മന്തി ഉണ്ടാക്കാനും മറ്റു പാചകവിധികളിൽ ചേരുവയായി ചേർക്കാനും ഇത് ഉപയോഗിക്കുന്നു. പഴച്ചാറുകൾക്ക് മണവും നിറവും നൽകാനും പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട്. ഓരോ വീട്ടിലും ഒരു പാഷൻ ഫ്രൂട്ടെങ്കിലും നട്ടുപിടിപ്പിക്കുകയും അതിൻ്റെ ഫലം ആഹാരത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വിഷമില്ലാത്ത ഒരു പോഷക ഔഷധ കലവറ തന്നെയാണ് ഇത്.